ജീവിതം ഒരു പ്രാർത്ഥനയാകട്ടെ. ലെറ്റ് അവർ ലൈഫ് ബി എ പ്രയർ. നമ്മുടെ ജീവിതം തുടങ്ങുന്നതും എൻഡ് ചെയ്യുന്നതും പ്രാർത്ഥനയില്ല. ഒരു ദിവസം എടുക്കാമെങ്കിൽ നമ്മൾ രാവിലെ, ഇപ്പോഴത്തെ തലമുറയെക്കുറിച്ചല്ല, നേരത്തെ നമ്മുടെ വലിയപ്പച്ചന്മാരൊക്കെ തുടങ്ങും 5-5:30 ആകുമ്പോൾ അവർ പ്രാർത്ഥിക്കും, നമുക്ക് കേൾക്കാം. വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് അവർ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയാണ് അവരുടെ ജീവിതത്തിൻ്റെ ശൈലി. നമ്മളും കുറേയൊക്കെ അത് പ്രായമാകുമ്പോൾ എടുക്കും. നമ്മുടെ തലമുറകൾക്ക് അത് പാസ് ചെയ്തേ പറ്റൂ. കാരണം പ്രാർത്ഥന എന്ന് പറയുമ്പം നമുക്ക് കാണാൻ വയ്യാത്ത ഒരു ശക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അതില്ല എങ്കിൽ നമ്മൾ വഴി തെറ്റിപ്പോവും. നമുക്കൊരു പ്രയാസം വരുമ്പം സൂയിസൈഡ് ചെയ്യുക, പിന്നെ വെള്ളത്തിൽ ചാടി മരിക്കുക, പിന്നെ വലിയ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴോട്ട് ചാടുക, അതുപോലെ മറ്റുള്ളവരെ കൊല്ലുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം ഈ മനസ്സിൻ്റെ ഭാരം വേറൊരാൾക്കോട്ട് പറഞ്ഞു കൊടുക്കാനോ അത് ഏൽക്കാനോ ആരുമില്ല. അത് പഠിപ്പിച്ചിട്ടില്ലല്ലോ കൊച്ചിൽ. നമ്മുടെ പ്രയാസങ്ങളും സന്തോഷവും സങ്കടവും എല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയ ഒരാളെ ഉണ്ട് എന്ന് കൊച്ചു പിള്ളേരെ പഠിപ്പിച്ചെടുക്കുന്നില്ല എങ്കിൽ പിന്നെ ഇറ്റ് ഈസ് ടു ലേറ്റ്, വളരെ താമസിച്ചു പോകും. അപ്പോൾ ജീവിതം ഒരു പ്രാർത്ഥന തന്നെയാണ് ഒരു കണക്കിൽ നോക്കിയാൽ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിന് മോഡൽ പ്രയർ യേശുക്രിസ്തു നമുക്ക് തന്നിട്ടുണ്ട്. അവർ ഫാദർ ഹൂ ആർട്ട് ഇൻ ഹെവൻ. എനിക്കൊരപ്പനുണ്ട്. അത് പഴയ നിയമത്തിൽ കിട്ടാത്തൊരു മഹാഭാഗ്യം എനിക്കിപ്പം കിട്ടിയിട്ടുണ്ട്. എനിക്ക് അപ്പ എന്ന് വിളിച്ച് കയറി ചെല്ലാൻ. അപ്പം നമ്മൾ ആരും അനാഥരല്ല. ചിലർ ദൈവം ഞാൻ അനാഥനാണ്, എനിക്ക് ആരുമില്ല, അത് പറയുന്നത് കറക്റ്റല്ല. ദാറ്റ് മീൻസ് ദേ നെവർ സീൻ ഗോഡ്. ഞാൻ അനാഥൻ എങ്ങനെയാകും? എനിക്ക് എന്നേക്കും നിലനിൽക്കുന്ന ജീവനുള്ള ഒരു അപ്പൻ എനിക്കുണ്ട്. അത് സ്വർഗത്തിലാണ് ഇപ്പം. അതൊരു ഷോർട്ട് പീരിയഡിൽ എനിക്ക് നേരിട്ട് കാണാൻ ഒക്കുന്നില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മരണം കഴിയുമ്പോൾ ഞാൻ അവിടെ ചെല്ലുമെന്ന് ഉറപ്പ് എനിക്കുണ്ടാകണം. അത് ഈ ലോകത്തിൽ എനിക്കുണ്ടാകണം. അങ്ങനെ ഉറപ്പുള്ള വ്യക്തിയെ കാണുമ്പോൾ നമുക്കറിയാം അവരിൽ ആ ഉറപ്പുണ്ട് എന്ന്. അവരുടെ മിടുക്കൊണ്ടൊന്നുമല്ല, അവർ വചനം മെഡിറ്റേറ്റ് ചെയ്ത് ദേഹത്തെ ഹേമിച്ച് ഇല്ലാതാക്കി ആത്മാവിനെ പുതുക്കിക്കൊണ്ട് വരുന്നവർക്ക് ഇത് പറയാനൊക്കത്തുള്ളൂ. ഇറ്റ്സ് എ ബാറ്റിൽ. എന്നും നമ്മളൊരു യുദ്ധത്തിലാണ് നിൽക്കുന്നത്. യോഹന്നാൻ്റെ 1 യോഹന്നാൻ്റെ 5 ഞാൻ പലരോടും പ്രാർത്ഥിക്കാൻ പറയുന്ന വാക്യമാണ് ഇത്. ജീവിതത്തിൽ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന വാക്യങ്ങൾ, അത്യാവശ്യമുള്ളവയാണ്. 1 യോഹന്നാൻ 5:11-14. 11 ക്രിസ്തുവിലായി അങ്ങനെയാണ് രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യമേ രക്ഷിക്കപ്പെട്ട മക്കളാണല്ലോ. സാക്ഷ്യം ദൈവം തന്നിരിക്കുക 3 പേര്, രക്തം ജലം ആത്മാ 3 പേര് സാക്ഷ്യം തന്നിരിക്കുകയാണ്. ആ സാക്ഷ്യമോ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് നിത്യമായ ജീവനുണ്ട്, ക്രിസ്തുവിനെ വിശ്വസിക്കാത്തവരിൽ ജീവൻ ഇല്ല. വാക്യമാണ്. ആ വാക്യം പോലെ തന്നെ വായിക്കാം. അതിന് അങ്ങനെയാണ് വായിക്കുന്നത്. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായകയാൽ അവനെ അസത്യവാദിയാക്കുന്നു. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവൻ്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല. അപ്പോൾ അതായത് ആത്മീകമായ ജീവൻ വേറെ എന്ത് മുമ്പിൽ വന്നാലും മാറട്ടെ. ഇപ്പോൾ ആത്മീകമായ ജീവൻ ക്രിസ്തുവിൽ കൂടെയാണ് ലഭിക്കുന്നത്. പിതാവാം ദൈവം വേറൊരു വഴി തന്നിട്ടില്ല. ഇപ്പം എനിക്ക് മാറ്റാൻ നോക്കുമെങ്കിൽ ഞാൻ മാറ്റി പറയും. ഇപ്പം നമ്മൾ നിയമങ്ങൾ മാറ്റാൻ അഹസ്വേരോസ് രാജാവ് യഹൂദന്മാരെ എല്ലാം കൊല്ലണം എന്നൊരു നിയമം എഴുതി. അത് മാറ്റി പറയാൻ രാജാവിന് അവകാശം ഇല്ലായിരുന്നു. പിന്നെ അതിനുവേണ്ടി എന്തുമാത്രം പ്രയത്നിച്ചിട്ടാണ് എസ്തേർ അതിന് മറുപടിയായിട്ട് അതിന് വിപരീതമായിട്ട്, അതായത് യഹൂദന്മാർക്ക് മറ്റുള്ളവരെ കൊല്ലാൻ അവകാശം കിട്ടും. എന്നിട്ട് നിയമം മാറിയില്ല. അപ്പോൾ ഇതുപോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിയമങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് വീണ്ടും അമെൻഡ് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ ആ നിയമമായിട്ടിരിക്കുന്നത്. ക്രിമിനലിലോ നമ്മൾ ഒരാളെ കൊല്ലുന്നിടം വരെ ക്രിമിനലിലോ അപ്ലൈ ചെയ്യുന്നില്ല. ഒരാളെ ഒന്ന് കൊന്നു നോക്കുമ്പോൾ അറിയാം എല്ലാ നിയമവും കൂടെ പൊങ്ങി വരും. റോഡിൽ ആക്സിഡൻ്റ് ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് ഒരു സ്ഥലത്തുനിന്ന് മറ്റിടത്തോട്ട് പോകാം. പക്ഷെ ഒന്ന് ആക്സിഡൻറ്റ് വന്ന ഒരാൾ മരിച്ചെന്നിരിക്കട്ടെ, അവിടെ കിടക്കും കാറ്, ചിലപ്പോൾ അടിയും കൊള്ളുന്നിരിക്കും, പിന്നെ പോലീസുകാരുമാണ്, പിന്നെ എന്തെല്ലാം. അപ്പം നിയമങ്ങളുണ്ട്. ആ നിയമം ജീവനുള്ള നിയമങ്ങൾ ഒരു പ്രശ്നം വരുമ്പോൾ അത് പൊങ്ങി വരുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവ നിയമങ്ങളിൽ നമ്മൾ അടിസ്ഥാനമായിട്ട് ജീവിക്കുന്ന മക്കളാണ്. അത് ക്രിസ്തുവിലുള്ളവർക്ക് നിത്യമായ ജീവനുണ്ടെന്ന് ഉറപ്പുണ്ട്. ആ ഉറപ്പുള്ള വ്യക്തിയെ
എന്നൊക്കെ കുലുക്കിയാലും ദുഷ്ടൻ ഒരു ശക്തിയില്ല. ആ ഉറപ്പ് വരുത്തണമെങ്കിൽ ദിനം പ്രതി യേശുവിനോട് ഒട്ടിയിരിക്കണം. കാരണം പാപലോകത്തിൽ ജീവിക്കുന്നതിനാൽ ദിനം പ്രതി ചിന്തകളിൽ നെഗറ്റീവ് തോട്ട്സ് വരും, പിന്നെ അത് പ്രവൃത്തിയിലോട്ട് വരും. ഇതിന് ഞാൻ 14-ാം വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 യോഹന്നാൻ 5:14. അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യം ആകുന്നു. എന്താണ് ധൈര്യം? ഞാനൊരു പ്രാർത്ഥന അയച്ചാൽ അവനത് കേൾക്കുമെന്ന് ഉറപ്പ്. ദിസ് ഈസ് ദ കോൺഫിഡൻസ് ദാറ്റ് ഐ ആസ്ക് എനിത്തിങ് ഇൻ ഹിസ് നെയിം ഹി വിൽ ഗിവ് ഇറ്റ് ടു മീ. ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് ചോദിക്കാൻ, ഈ ക്രിസ്തുവിൻ്റെ പേര് പറയാൻ എല്ലാവർക്കും ഒക്കത്തില്ലല്ലോ. എന്തിനാണ് യുദ്ധം? മറ്റേ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് ദേഷ്യം വരും. വേറെ ഏത് പേര് പറഞ്ഞാലും ആളുകൾക്ക് ഒരു കുഴപ്പമില്ല. എന്താ? ബിക്കോസ് ദർ ഈസ് പവർ. അതിനകത്ത് ശക്തിയുണ്ട്. ഇതിപ്പോൾ എല്ലാവരും അല്ല, അവനവൻ്റെ മുറിക്കാത്തിരുന്ന് പ്രാർത്ഥിക്കാമല്ലോ. യേശു മുറിക്കാത്തും കയറി വരുമല്ലോ. വലിയ മൈക്കെടുത്ത് റോഡിലൊന്നും പോകണ്ട, പോകാൻ ആ കൃപയുള്ളവർ പൊയ്ക്കോട്ടെ. പക്ഷെ നമ്മൾ വീട്ടിലിരുന്നെങ്കിലും പ്രാർത്ഥിക്കുവിൻ. നാം എന്തപേക്ഷിച്ചാലും 1 യോഹന്നാൻ 5:15. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. എന്താണ്? ഒരു പ്രാർത്ഥന യേശുവിൻ്റെ പേരിൽ അങ്ങോട്ട് അയച്ചു കൊടുത്താൽ അത് ലഭിച്ചു. അത് ക്ലിക്ക് ചെയ്യണം. അവിടെയാണ് അത് ഞാൻ പറയുന്നെങ്കിലും എനിക്ക് എല്ലാ കാര്യത്തിലും അത് കിട്ടും. മിക്ക കാര്യത്തിലും എനിക്ക് ദൈവം അത് തന്നിട്ടുണ്ട്. പക്ഷെ ചില കാര്യത്തിൽ എനിക്ക് എവിടെ ഇമോഷൻസ് ഉണ്ടോ അവിടെ ഞാൻ അതിനകത്ത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അത് ലഭിച്ചു എന്ന് എന്നോട് തന്നെ പഠിപ്പിച്ച് അത് ലഭിച്ചു. ഇതിപ്പം ഈ യാക്കോബിൻ്റെ ഗോവേണി ഞാൻ പിക്ചർ ചെയ്യുന്നത് ഇങ്ങനെ കയറുന്നതല്ല. ഇതിങ്ങനെ നിൽക്കുന്നത് മുകളിലോട്ട് നമ്മൾ ഒരു പടി കയറി വേറെ പടി. അപ്പോൾ നമ്മളിപ്പോൾ എത്രയോ പടി മേളിൽ കയറിയിരിക്കുകയാണ്. അതിന് താഴോട്ട് ഇനിയും പോകാൻ, കാരണം അടിയിൽ ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങാനൊക്കത്തില്ല, മുകളിലോട്ടേ പോക്കുള്ളൂ. വിശ്വാസികളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ കർത്താവിന് നിർബന്ധമുള്ളത് ദൈവ സാക്ഷ്യമുള്ളവരും ദൈവ മക്കളും ഒന്നിച്ച് നിൽക്കണം. കാരണം നമ്മൾ പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കൂട്ടമായിട്ട് നിൽക്കുന്നതാണെങ്കിൽ നമ്മൾക്ക് എളുപ്പമാണ്. അതുകൊണ്ടാണ് ഈ വെളിപ്പാടിൻ്റെ അകത്ത് 5:8 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. 5:8 ഈ കർത്താവ് സ്വർഗത്തിൽ സിംഹാസനത്തിലിരിക്കുന്നതാണ് 5-ാം അധ്യായം വെളിപ്പാട്. യേശു ക്രിസ്തു വന്ന് 7-ാം വാക്യം വായിക്കുന്നു. യേശു വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങി. പുസ്തകം ആര് വായിക്കുമെന്ന് പറഞ്ഞ് ചോദിച്ചു. സീൽ ചെയ്തൊരു പുസ്തകം മുമ്പിൽ നിൽക്കുകയാണ്. അത് യോഹന്നാൻ കരയാണ്, ആരും ഈ പുസ്തകം വായിക്കുമെന്ന്. അപ്പോൾ ഒരു ദൂതൻ വന്നേച്ച് പറഞ്ഞ് വിഷമിക്കേണ്ട. അന്നേരം യേശു ക്രിസ്തു തന്നെ വന്ന്, കുഞ്ഞാടായ യേശു വന്ന് പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പാകെ നിന്നു. എന്താണ് വിശുദ്ധന്മാരെന്താ ചെയ്യുന്നതെന്ന് നോക്കിയേ. വളരെ പ്രധാനപ്പെട്ട വാങ്ങിയപ്പോൾ, അതായത് അവിടെ സ്വർഗത്തിൽ 4 ജീവികളുണ്ട്, 24 മൂപ്പന്മാർ. ഈ 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പാകെ നിൽക്കുന്നു. അപ്പം എൻ്റെ പ്രാർത്ഥന, എൻ്റെ വചനം അയക്കുന്നത്, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ആദ്യമല്ല വിഷമം എന്താണ്? അത് വിശുദ്ധന്മാരുടെ കയ്യിൽ ഇരിക്കുന്ന ധൂപകലശത്തിനകത്ത് വീണെങ്കിൽ പിന്നത് വേറെങ്ങും പോകത്തില്ല. അത് ഉറപ്പായിട്ടും എൻ്റെ യേശു അത് കാണും. സംശയമുണ്ടോ? നമ്മുടെ യേശു പിന്നെ അതിനുള്ള അടുത്ത പടി ചെയ്യാൻ ദൈവം ഉടനെ അത് ആക്ഷൻ എടുത്തു കഴിഞ്ഞു. ചിലത് ഉടനടി ഉത്തരം കിട്ടും, ചിലത് അല്പം, ചിലത് നീണ്ട കാലം എടുക്കും. കാരണം അതിനിടയ്ക്ക് ദൈവത്തിന് വേറെന്തൊക്കെയോ സ്വഭാവ ശുദ്ധീകരണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമോ കാരണം സ്വർഗത്തിലെ അപ്പച്ചനറിയാം, നമ്മുടെ ബുദ്ധിക്ക്. അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് നമുക്ക് പണത്തിന് ആവശ്യം വന്നപ്പം നമുക്ക് പുഷ്പഗിരിയുടെ ഓപ്പോസിറ്റ് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയും, അത് വിറ്റിട്ട് എന്തിനാ അത് വെച്ചുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടി, അത് വിറ്റിട്ട് അത് നമുക്ക് വേണ്ടത് എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ആ ടൈമിലൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ആളെങ്കിലും വാങ്ങിക്കാൻ വരും, പക്ഷേ അത് തട്ടിപ്പോകും, അത് മാറിപ്പോരും, ഒരിക്കലും വിൽക്കാനൊത്തില്ല. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് വിറ്റത്.
അപ്പോൾ ഞാൻ ഓർക്കുന്നത്, ആദ്യ സമയം വിറ്റിരുന്നെങ്കിൽ വളരെ തുച്ഛമായ പൈസയെ കിട്ടത്തുള്ളായിരുന്നു. പിന്നെ നമ്മളതിനകത്ത് ബിൽഡിങ്ങൊക്കെ പണിത് പിന്നെ വിറ്റപ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടിയായിട്ട് ദൈവം നമുക്ക് തന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ ചിലപ്പോൾ വിചാരിക്കും, ആദ്യം ആയ സമയത്തും പ്രാർത്ഥന അയച്ചു, പക്ഷെ ദൈവം ഉത്തരം അന്നേരം തന്നില്ല. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് പ്രാർത്ഥന അയച്ചപ്പോൾ വീണ്ടും ഉത്തരം തന്നത് ഏറ്റവും ഉത്തമമായ ഉത്തരമായി കിട്ടിയത്. ഇതുപോലെയാണ് പിള്ളേർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കമന്ന് കിടന്ന് പ്രാർത്ഥനയാണ്, ദൈവം അനങ്ങൂല. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തീഷ്ണത കൂടുകയാണ്, പ്രാർത്ഥന തീ കൂട്ടുകയാണ്. ലാസ്റ്റിലുണ്ടല്ലോ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം ഇങ്ങോട്ട് വരും. എങ്ങനെയാണെന്നറിയാമോ? പൊന്ന് 7 വട്ടം തീയിൽ ഉലയിലിട്ടിട്ട് കത്തിച്ച് ഉരുക്കിയെടുത്ത് എൻ്റെ മുഖം അതിൽ കാണുന്ന രൂപത്തിലാകുമ്പോൾ അത് തിരിച്ചു വരും. അങ്ങനെ മക്കൾ കയറി വരും. നിശ്ചയമായിട്ട് ആത്മാവ് പറയുന്നു, കയറി വരും. എവിടെ പോകാനാണ്? എവിടെ പോയി ഒളിക്കാനാണ് ദൈവാത്മാവ് ചോദിക്കുന്നു. ആകാശത്തിൻ്റെ മുകളിൽ നക്ഷത്രത്തിൻ്റെ ഇടയ്ക്ക് കൂട് വെച്ചാലും പാതാളത്തിൽ നീ പോയി വിരിച്ചാലും ഞാൻ അറിയുന്നു, ദൈവമാണ് പറയുന്നത്. അപ്പോൾ ദൈവം അറിയാതെ ഒന്നും ഈ ഭൂമിയിലും പാതാളത്തിലും സ്വർഗത്തിലും നടക്കുന്നില്ല. നമ്മുടെ തലയിൽ ഒരു മുടി പോലും അവനറിയാതെ പോകത്തില്ല എന്ന് ദൈവമാണ് പറയുന്നതെങ്കിൽ എനിക്കൊരു ചുമതലയുള്ളൂ, അത് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിനൊരു തടസ്സമില്ലാത്ത വിധത്തിൽ കണ്ണട്ടച്ചങ്ങ് വിശ്വസിച്ചിട്ട് ഞാൻ ചിലപ്പോൾ എൻ്റെ പിള്ളേരോടും ഞാൻ പറയാം, എന്നോട് പറയാതെ ദൈവം ഒന്നും ചെയ്യൂല ഈ ഭവനത്തിൽ. ഞാൻ അതുപോലെ എന്നോട് പറയാതെ ഒന്നും ചെയ്യത്തില്ല, വിശുദ്ധന്മാരോട് പറയാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല എന്ന് വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, അവൻ്റെ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തതെങ്കിൽ ആ വിശുദ്ധ രക്തത്തിൻ്റെ മഹത്വത്തിൽ നമ്മൾ വിശുദ്ധരായി മാറിയിരിക്കുന്നു. നമ്മുടെ മിടുക്കല്ല, കർത്താവിൻ്റെ രക്തത്തിൻ്റെ മിടുക്ക്. അതായത് കുഞ്ഞാടിൻ്റെ രക്തം വീടിൻ്റെ പുറത്ത് കട്ടിലപ്പടിയിലും ഉമ്മരപ്പടിയിലും പുരട്ടിക്കഴിഞ്ഞാൽ അകത്ത് ആരിയ്ക്കുന്നതെന്ന് നോക്കാതെ സംഹാരദൂതൻ വന്നിട്ട് അകത്ത് കയറാതെ പോയി എല്ലാവരും ജീവിച്ചിരുന്നു. അവരാരും ചൊവ്വുള്ളവരൊന്നും അല്ലായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോരുത്തരും അവൻ്റെ ക്രിസ്തുവിൻ്റെ രക്തം എൻ്റെ മേൽ വീണപ്പോൾ ആ രക്തത്തിൻ്റെ മഹത്വം സംസാരിക്കും. അറിയൂ മക്കളെ, കർത്താവിൻ്റെ രക്തം കൊണ്ട് പൊതിയുക. ഭർത്താവിന് വിഷയങ്ങൾ ഏത് വിഷയമായിക്കോട്ടെ, നമ്മൾ കർത്താവിൻ്റെ ജീവിതത്തിൽ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും പോകുമ്പോഴും ഒക്കെ നമ്മളും ദൈവമായിട്ടുള്ളത്. അതുകൊണ്ടാണ് അഭിഷേകം മുറിഞ്ഞു പോകരുത്. ഈ അഭിഷേകം എന്ന് പറയുന്നത് എണ്ണ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ പാത്രമാകുന്ന ഞാൻ വേണ്ടെന്ന് വിചാരിക്കുമ്പോൾ അത് നിൽക്കുമേ. ആ മക്കളായും ആയിട്ടില്ല, ഭർത്താവും അല്ല ഞാൻ പറയുന്നത്, ഞാൻ ഒരു വ്യക്തിയെ മാത്രമേ എടുക്കുകയാണ്. ഞാൻ ഈ അഭിഷേകം കിട്ടണമെന്നും പറഞ്ഞ് പാത്രങ്ങൾ കൊണ്ടുവച്ചാൽ ഞാൻ വെക്കും തോറും ഇത് വീണുകൊണ്ടിരിക്കും. പക്ഷേ ഇത് മതി എന്ന് പറഞ്ഞു പോയെങ്കിൽ തീർന്നു. അതെന്ന് ഇടയ്ക്ക് പകുതിക്കാകുമ്പോൾ നമ്മൾ മതിയെന്ന് പറയുന്നുണ്ട്. വി ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ് ഇല്ലേ? വളരെ സങ്കടമല്ലേ ഈ ദൈവത്തെ, ഇത്ര വലിയവനായ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ ഒക്കുന്നില്ല. പിന്നെ യേശുവിന് ഒരു പ്രത്യേകത ഞാൻ നോട്ട് ചെയ്യുന്നത്, മനസ്സിലാക്കിയില്ലേ യേശു ക്ഷമയോടുകൂടി റിപ്പൻറ്റ് ചെയ്ത് ഓടി വന്ന് കർത്താവ് ക്ഷമയോടെ സ്നേഹിക്കും. കാരണം കർത്താവിനറിയാം നമ്മുടെ സ്വഭാവം. 3 വയസ്സുള്ള ഒരു കുഞ്ഞ് മുട്ടം വഴക്കുണ്ടാക്കി വെച്ച് മാറി നിന്നേച്ച് മമ്മി ഡാഡി ഐ വോണ്ട് ടു കം ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചെടുക്കും ഇല്ലേ? അതെന്നാ അവിടെ ചെയ്തെന്ന് പോലും പിന്നെ നമ്മൾ ഓർക്കത്തില്ല. അതുപോലെ തന്നെയാണ് യേശു. ആ സ്നേഹത്തിലേക്ക് കടന്നു പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ജീവിതം ഒരു പ്രാർത്ഥനയായിട്ട് മാറട്ടെ. അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥന ഒരു ജീവൻ്റെ പ്രാർത്ഥനയെന്ന് പറയും. കാരണം ശ്വാസം എടുക്കുന്നതെന്നും ഞങ്ങൾ എടുക്കുന്നില്ലേ അപ്പിച്ച? അതുപോലെ തന്നെ ഹൃദയമിടിപ്പ്, ഒരിക്കലും തുടങ്ങിയ ഹൃദയമിടിപ്പ് ഇന്ന് വരെ നിൽക്കാതെ പോവുകയല്ലേ, അതിന് റെസ്റ്റ് പോലും ഇല്ല. അങ്ങനെയല്ലേ ഞങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും. നീ സൃഷ്ടിച്ച പലതും അങ്ങനെ ചെയ്യുന്നെങ്കിൽ പ്രാർത്ഥനയ്ക്ക് എന്താ തടസ്സം? ആ ബന്ധം ഒരിക്കലും മാറ്റല്ലേ, ആ അഭിഷേകം ഒരിക്കലും നിന്നു പോകരുതേ. ഞങ്ങളെ സ്വാർത്ഥമായിട്ട് എൻ്റെ പാത്രം എൻ്റെ മക്കളെ എൻ്റെ അതെന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ മറ്റുള്ളവരുടെ പാത്രങ്ങളും കൂടെ കൊണ്ടുവച്ചുകൊണ്ട് അങ്ങ് ഇരുന്നിരുന്നെങ്കിൽ ഇപ്പം ഭൂമി മുഴുവനും അഭിഷേകം കൊണ്ട് നിറഞ്ഞിരുന്നു. പക്ഷെ ചെയ്യുന്നില്ല ഞങ്ങൾ. അവിടെ ഒരു വിടുതലാണ് ആവശ്യം. മറ്റുള്ളവരുടെ ഭാരങ്ങളും കൂടെ, അവരുടെ പാത്രങ്ങൾ കൂടെ എത്ര ബലഹീനമാണെങ്കിൽ അത് മുമ്പിൽ കൊണ്ടുവച്ച് കഴുകണേ, ശുദ്ധീകരിക്കണമേ, എൻ്റെ ആത്മാവിനെ നിറയ്ക്കണമേ. അറിയാൻ വയ്യാത്തവർക്ക് നിൻ്റെ വചനം പറഞ്ഞു കൊടുക്കാൻ ആടുകളെ അയക്കണമേ. വയലിൽ നിറഞ്ഞു കിടക്കുന്നിടത്തേക്ക് ദൈവമേ, പിതാവിൻ്റെ വയലിലെ വിളവെടുക്കാൻ ആളുകളെ അയക്കണമേ. ജോലിക്കാരില്ല, ജോലിക്കാരെ വിടണമേ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ കൃപയുണ്ട്. അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു. നാഥ, അടുത്ത തലമുറകളെ എടുത്ത് ഉപയോഗിക്കണമേ. ഞങ്ങൾ ഇടുന്ന വിത്തുകൾ നശിച്ചു പോകത്തില്ല. അത് നല്ല നിലത്ത് വീണ് 100 മേനി 60 മേനി 30 മേനിയായിട്ട് വർദ്ധിക്കട്ടെ. ഭൂമിയെ നീ ചെവി കേൾക്കുക.
ഞങ്ങൾ അയക്കുന്ന വചനം ചെന്ന് പ്രവർത്തിച്ചിട്ട് തിരിച്ചു വരണം. 100 മേനിയായിട്ട് വർദ്ധിക്കട്ടെ അപ്പച്ച. ഒരു ദുഷ്ടൻ അതിനകത്ത് കയറാതെ വേലി കെട്ടണം. പിതാവ് തോട്ടക്കാരൻ, പുത്രൻ മുന്തിരി, ഞങ്ങൾ വള്ളികൾ. ഗ്രാഫ്റ്റ് ചെയ്യാണ്, വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യുന്നു. എൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന ഭാഗ്യം, പ്രാർത്ഥിക്കാനും കേൾക്കാനും ഉത്തരം തരാനും നീ റെഡിയായിട്ട് നിൽക്കുന്ന സ്നേഹത്തിന് മുമ്പ് ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അതിൻ്റെ മുമ്പിലേക്ക് താഴ്ന്ന് ഏൽപ്പിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അവിടുന്ന് പരിഹാരമായിട്ട് വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നതിന് നന്ദി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.